നോക്കുന്നത് ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലും കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. പിന്നെ നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു പാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 മുട്ട അതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാല്, ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര അതിൽ അലിയുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്ന് അരിച്ചിട്ട് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ടൈറ്റ് ആയിട്ടാവും മാവ് ഉണ്ടാവുക. എന്നാലും ബേക്കിംഗ് പൗഡറും മൈദയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മുട്ടയുടെ വെള്ള ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നല്ല ഫ്ലഫി ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മുട്ട നന്നായിട്ട് പതഞ്ഞു വന്നാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നല്ല ക്രീം രൂപത്തിലാവുന്ന വരെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് അടിച്ചെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആദ്യം തന്നെ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം പഞ്ചസാര ചേർത്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്താലും മതി. ബീറ്റർ വെച്ചിട്ടാവുമ്പോൾ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ മുട്ട നല്ല ക്രീം രൂപത്തിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെയായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഓവർ മിക്സിങ് വേണ്ട, പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവം. ഈ ഒരു ലൂസ് മതി, ഇത് കറക്റ്റാണ്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കുക. ഹൈ ഫ്ലെയിമിലൊന്നും ചെയ്യരുത്, കരിഞ്ഞു പോവും. ഇനി ഇതൊരു 1 മിനിറ്റ് കഴിഞ്ഞാൽ അതിൽ ചെറുതായിട്ട് ബബിൾസ് വരുമ്പോൾ അതൊന്ന് അടച്ചു വെക്കുക. ശേഷം 1 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഗോൾഡൻ കളറായിട്ട് വരണം, എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം.
അപ്പോൾ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അടുക്കി വെച്ചതിന് ശേഷം അതിന് മുകളിൽ ഒരു ചെറിയ ബട്ടർ വെച്ച് കൊടുക്കാം. ബട്ടറിന് മുകളിൽ ഒരു ചെറിയും കൂടെ വെച്ച് സൈഡിലൂടെ കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ തേൻ ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.